നദീജല തർക്കം വീണ്ടും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ ബംഗളൂരുവിലേക്കുള്ള സന്ദർശനം തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് മാറ്റിവെച്ചു. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സമാധാനപരവുമായ അന്തരീക്ഷം നിലനിർത്തുന്നതിനായാണ് ഈ തീരുമാനമെന്ന് വ്യക്തമാക്കപ്പെടുന്നു. ബംഗളൂരു സന്ദർശനം മാറ്റിവെക്കണമെന്ന് നേരിട്ട് അഭ്യർത്ഥിച്ചത് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറാണ്. കാവേരി നദീജല വിഷയത്തിൽ കർണാടകയിൽ ശക്തമായ പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിൽ വിജയുടെ സന്ദർശനം അനാവശ്യമായ സംഘർഷങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. തുടർന്ന് ഇരുവരും കൂടുതൽ അനുകൂലമായ സാഹചര്യത്തിൽ കൂടിക്കാഴ്ച നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു. കാവേരി വിഷയത്തിൽ DK ശിവകുമാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരുന്നു. യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച അദ്ദേഹം വിജയെക്കുറിച്ച് ഏറെ ആദരവോടെയാണ് സംസാരിച്ചത്. രാഷ്ട്രീയത്തിൽ പുതുമുഖമാണെങ്കിലും ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന നേതാവാണ് വിജയ് എന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ സന്ദർശനം മാറ്റിവെച്ച അദ്ദേഹത്തിന്റെ തീരുമാനത്തെ അഭിനന്ദിക്കുന്നതായും ശിവകുമാർ വ്യക്തമാക്കി. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെങ്കിലും അതിന്റെ പേരിൽ വ്യക്തിപരമായ വിരോധമോ പ്രതിഷേധമോ ഉണ്ടാകരുതെന്ന് DK ശിവകുമാർ പറയുന്നു. തന്റെ സുഹൃത്തുക്കൾക്കെതിരെ ആരെങ്കിലും മുദ്രാവാക്യം വിളിക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യുന്നത് താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് കൂടുതൽ സൗഹൃദപരമായ സാഹചര്യത്തിൽ കൂടിക്കാഴ്ച നടത്താൻ വിജയോട് അഭ്യർത്ഥിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തമിഴ്നാടിനെയും കർണാടകയെയും ഒരുപോലെ ബഹുമാനിക്കുന്നുവെന്ന് വ്യക്തമാക്കിയ ശിവകുമാർ ആത്യന്തികമായി ഇന്ത്യ ഒന്നാണ്, നമ്മൾ പരസ്പരം ബഹുമാനിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും വേണമെന്നും പറഞ്ഞു. അതേസമയം തമിഴ്നാടിന്റെയോ DMK-യുടെയോ താല്പര്യങ്ങൾക്കു വേണ്ടിയാണ് തന്റെ സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന പ്രതിപക്ഷ വിമർശനവും അദ്ദേഹം തള്ളിക്കളഞ്ഞു. അയൽ സംസ്ഥാനവുമായി സൗഹൃദബന്ധം നിലനിർത്തിക്കൊണ്ടു തന്നെ കർണാടകയുടെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. മേക്കേദാട്ടു ബാലൻസിംഗ് റിസർവോയർ പദ്ധതിയിലും കർണാടകയുടെ നിലപാട് DK ശിവകുമാർ വീണ്ടും ആവർത്തിച്ചു. കാവേരി ജലവിതരണ തർക്കത്തിന് ശാശ്വത പരിഹാരമാകുന്ന പദ്ധതിയാണ് മേക്കേദാട്ട് റിസർവോയർ എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. പദ്ധതി യാഥാർത്ഥ്യമായാൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുക തമിഴ്നാടിനാണെന്നും ഏകദേശം 90% ഗുണഫലവും തമിഴ്നാടിനായിരിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മേക്കേദാട്ടുവിലെ ജലം ബംഗളൂരുവിലേക്ക് തിരിച്ചുവിടുമെന്ന ആശങ്കകൾക്കും അദ്ദേഹം മറുപടി നൽകി. അവിടെ സംഭരിക്കുന്ന വെള്ളം ബംഗളൂരുവിലേക്ക് മാറ്റാനാകില്ലെന്നും പദ്ധതിയുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രദേശം സന്ദർശിക്കാമെന്നും ശിവകുമാർ പറയുന്നു. സുപ്രീം കോടതി ഉത്തരവുകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടായിരിക്കും സർക്കാർ മുന്നോട്ടു പോകുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ DK ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്താനായി ഓഗസ്റ്റ് 3-ന് വിജയ് ബംഗളൂരു സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സന്ദർശനത്തെ ശക്തമായി എതിർത്ത് നിരവധി കന്നഡ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. വിജയ് ബംഗളൂരുവിലെത്തിയാൽ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ തടയുമെന്ന് സംഘടനകൾ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. കാവേരി നദീജല വിഷയത്തിൽ തമിഴ്നാടിന്റെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും അവർ പ്രഖ്യാപിച്ചിരുന്നു. കാവേരി ജലവിതരണ പ്രശ്നം പരിഹരിക്കാതെ വിജയിയെ കർണാടകയിൽ പ്രവേശിപ്പിക്കില്ലെന്നായിരുന്നു സംഘടനകളുടെ നിലപാട്. ഇതിനിടെ കാവേരി നദീജല തർക്കം ഉയർത്തിക്കാട്ടി ഓഗസ്റ്റ് 13-ന് കർണാടകയിൽ ബന്ദിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ കന്നഡ സംഘടനകൾ ബന്ദിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ്. കാവേരി ജലവിതരണ തർക്കം വീണ്ടും രാഷ്ട്രീയമായും ജനകീയമായും ചൂടുപിടിക്കുമ്പോൾ സംഘർഷം ഒഴിവാക്കി സംഭാഷണത്തിലൂടെ പരിഹാരം കണ്ടെത്തണമെന്ന സന്ദേശമാണ് വിജയുടെ യാത്ര മാറ്റിവെച്ചതും DK ശിവകുമാറിന്റെ പ്രതികരണവും മുന്നോട്ട് വെക്കുന്നത്.